പക്ഷെ അതിനു മുമ്പ് നീ കേൾക്കേണ്ട ഒരു കഥ കൂടെയുണ്ട്. സ്വന്തം അച്ഛനും അമ്മയും കൂടി വെറുപ്പോടെ നോക്കിയ അനന്തകൃഷ്ണൻ്റെയും അനന്തകൃഷ്ണൻ ഒരിക്കലും സ്നേഹിക്കില്ല എന്ന ഉറപ്പോടെ അവൻ്റെ മനസ്സിനെ മാത്രം പ്രണയിച്ച നന്ദന എന്ന പാവം പെണ്ണിൻ്റെയും കഥ. എടാ, നിനക്കെൻ്റെ നന്ദനെക്കുറിച്ച് അറിയണ്ടേ? അവൾ എങ്ങനെയായിരുന്നു എന്ന്, എനിക്ക് ആരായിരുന്നു എന്ന് സിബിൻ ശങ്കറിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. വിധി അല്പം ദയ കാണിച്ചിരുന്നെങ്കിലില്ലേ, നിന്റെ മുമ്പിൽ അവളുടെ കയ്യും പിടിച്ച് എനിക്ക് നിൽക്കായിരുന്നു. സിബിൻ ജോസഫ് എന്ന കള്ളപ്പേരിലല്ല, മറിച്ച് സിവിൽ സർവീസൊക്കെ നേടി അനന്തകൃഷ്ണൻ എന്ന എൻ്റെ ഒറിജിനൽ നെയിമിൽ തന്നെ. അവൻ്റെ ആ വാക്കുകൾ കേട്ടതോടെ ശങ്കറിൻ്റെ വിരൽ ട്രിഗറിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവനത് അമർത്താൻ സാധിക്കില്ല എന്ന് അവന് തന്നെ ബോധ്യമായി. കാരണം തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു കുറ്റവാളി മാത്രമായിരുന്നില്ല, തൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് മാത്രമായിരുന്നു. പക്ഷേ പോലീസുകാർക്ക് നീതിക്ക് മുമ്പിൽ സ്വന്തമെന്നോ ബന്ധമെന്നോ നോക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ അവർ മനുഷ്യരാണ്. അവൻ ഒരുതരം നിസ്സഹായതയോടുകൂടി സിബിനെ നോക്കിക്കൊണ്ടിരുന്നു. സിബിൻ പറഞ്ഞു, ഞാൻ അനന്തകൃഷ്ണനാണ്. ചെറുപ്പം മുതൽ എൻ്റെ ജീവിതം മറ്റുള്ളവരുടേത് പോലെ ആയിരുന്നില്ലടാ. എന്തുകൊണ്ടാണ് ഞാൻ മറ്റുള്ള ആൺകുട്ടികളിൽ നിന്ന് വ്യത്യസ്തനാകുന്നതെന്ന് എനിക്ക് പോലും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ പ്രായത്തിൽ കൂടെയുള്ള പയ്യന്മാർക്കൊക്കെ ഗേൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് മാത്രം അതിനോടൊന്നും താല്പര്യമേ ഉണ്ടായിരുന്നില്ല. ഒരു പെൺകുട്ടിയെ ഞാൻ നോക്കുക പോലും ചെയ്യില്ലായിരുന്നു. പക്ഷേ കൗമാരത്തിലേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് തന്നെ തോന്നിയത് എന്തുകൊണ്ടാണ് എൻ്റെ ഈ സ്വഭാവമെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ ആകർഷണം പെൺകുട്ടികളോടല്ലെന്ന്. ആ സത്യം അടക്കി വയ്ക്കാനാവാതെ വന്നപ്പോൾ ഞാൻ വീട്ടുകാരോടായി പറഞ്ഞു. അതറിഞ്ഞപ്പോൾ ഞാൻ അവരുടെ മകൻ പോലും അല്ലാതായി. എന്നെ പുറത്തുകൊണ്ടുപോകാൻ പോലും അവർക്ക് നാണക്കേടായിരുന്നു. അറിയാതെ എങ്ങനെയെങ്കിലും എൻ്റെ ഐഡൻറ്റിറ്റി പുറത്തു വന്നാലോ എന്ന പേടി. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്കറിയില്ല. അന്ന് മുതൽ എന്നെ ആരും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ യൗവനത്തിലേക്ക് കടന്നപ്പോൾ ഞാൻ ആരെയെങ്കിലും പാർട്ട്ണറായി സ്വീകരിച്ചാലോ എന്ന പേടി കൊണ്ട് കുടുംബത്തിൻ്റെ മാനം രക്ഷിക്കാനായി അവർ ഒരു മാർഗം കണ്ടെത്തി. ഭീഷണിപ്പെടുത്തി അവർ ആ മാർഗം എന്നെ കൊണ്ട് സ്വീകരിപ്പിച്ചു. അവൻ പറഞ്ഞു നിർത്തി. ശങ്കർ നിശബ്ദനായി കേട്ടു. എന്താണെന്നറിയോ, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ. അങ്ങനെയാണ് നന്ദന എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ആ പേര് പറയുമ്പോൾ സിബിൻ്റെ കണ്ണുകൾ വല്ലാതെ തിളങ്ങുന്നുണ്ടായിരുന്നു. നിനക്കറിയോടാ, അവളാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. ഭയങ്കര പാവായിരുന്നു. അവൾക്കും എന്നെപ്പോലെ സ്നേഹം ലഭിച്ചിട്ടില്ല. എൻ്റെ അച്ഛൻ്റെ പണത്തിൻ്റെ പുറത്താണ് അവളുടെ അച്ഛൻ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ എനിക്ക് അവളെ നൽകിയത്. 19 വയസ്സ് വരെ സ്നേഹം എന്താണെന്ന് സ്വന്തം വീട്ടിൽ നിന്ന് പോലും അവൾക്ക് അനുഭവിച്ചറിയാൻ ഭാഗ്യമില്ലായിരുന്നു. അവിടെ പോലും വെറും വേലക്കാരിയുടെ സ്ഥാനമായിരുന്നു. അവളോട് ഒരിത്തിരി ദയ പോലും അവളുടെ അച്ഛനെന്ന് പറയുന്നവൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് 10-12 വയസ്സ് മൂപ്പ് പോലും പരിഗണിക്കാതെ എന്നെ പിടിച്ച് അവർ അവളുടെ തലയിൽ കെട്ടിവെച്ചത്. സ്നേഹം അവൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ അവൾക്കില്ലേ, സ്നേഹിക്കാൻ നന്നായി അറിയായിരുന്നു. എൻ്റെ പെണ്ണിൻ്റെ ലോകം തന്നെ കല്യാണശേഷം ഞാനായിരുന്നു. ആ വിവാഹത്തിന് ഞാൻ മനസ്സുകൊണ്ട് തയ്യാറല്ലായിരുന്നു. കാരണം എനിക്കൊരിക്കലും ഒരു പെൺകുട്ടിയെ എൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ ഒരു ഭർത്താവായി അവൾ പ്രതീക്ഷിച്ച ജീവിതം നൽകാൻ കഴിയില്ലായിരുന്നു. ആ കുറ്റബോധം ഓരോ ദിവസവും എന്നെ തകർത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് മാക്സിമം അവളിൽ നിന്ന് അകന്നാണ് ഞാൻ നിന്നിരുന്നത്. അവള് പക്ഷെ അതൊന്നും കാര്യമാക്കിയില്ല. എൻ്റെ പിന്നാലെ നടക്കുമായിരുന്നു. എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്തു തരുമായിരുന്നു. ഞാനൊന്നും ശ്രദ്ധിക്കാത്ത പോലെ നടിച്ച് നിൽക്കും. പക്ഷേ അവള് എത്ര അവഗണിച്ചാലും എൻ്റെ പിന്നാലെ വരും. ഞാൻ അവളെന്നെ വെറുക്കട്ടെ എന്ന് വിചാരിച്ച് പലതും ചെയ്യും. പക്ഷെ അവളതൊന്നും കാര്യമാക്കിയില്ല. മറിച്ച് ഓരോ ദിവസം എന്നെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുകയായിരുന്നു ചെയ്തത്. എനിക്കൊരു ചെറിയ മുറിവ് വന്നാൽ പോലും അവൾക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അവൾ വെറുക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചുവെങ്കിലും അവൾ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യവും എന്നെ ഒരുപാട് ഹാപ്പി ആക്കുമായിരുന്നു.
എനിക്കൊരു പെൺകുട്ടിയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നത് സത്യമാണ്. പക്ഷേ ഇന്നേ വരെ ഒരാൾ പോലും എന്നോട് കാണിക്കാത്ത സ്നേഹവും പരിഗണനയും ആത്മാർത്ഥതയും അവൾ എന്നോട് കാണിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ ജീവിതം തന്നെ ഒരുപാട് സുന്ദരമാണെന്ന് തോന്നിപ്പോയി. അനന്തകൃഷ്ണന് അവിടെ മുതൽ മാറ്റം സംഭവിക്കുകയായിരുന്നു. എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ ഫീലിങ്സുകളെ എൻ്റെ ഉള്ളിൽ ഒതുക്കി അവളോട് അടുപ്പം കാണിക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷെ ഒന്നുകൊണ്ടും അവളുടെ പഠനവും സ്വപ്നങ്ങളും മുടങ്ങരുതെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. പക്ഷേ അവൾക്ക് വേണ്ടത് അതൊന്നും അല്ലായിരുന്നു, ഈ എന്നെയായിരുന്നു. എൻ്റെ അകൽച്ചയുടെ കാരണം അറിയാതെ അവൾ ഓരോ ദിവസവും ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു. അത് അവളുടെ മാനസിക നില തന്നെ തെറ്റാൻ കാരണമാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയപ്പോൾ ഞാൻ എൻ്റെ അവസ്ഥ അവളോട് തുറന്നു പറഞ്ഞു. അവൻ കണ്ണുനീർ തുറച്ചു. അത് പറഞ്ഞിട്ട് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഞാൻ അവൾ എന്നെ വിട്ടു പോകും, വെറുക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. ഏത് പെൺകുട്ടിയാണെങ്കിലും അങ്ങനെയല്ലേടാ ചെയ്യുക. കല്യാണം കഴിച്ചവൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് അറിയുമ്പോൾ, അവൾക്ക് വേണ്ട സുഖങ്ങളൊന്നും കൊടുക്കാൻ കഴിവില്ലാത്തവനാണെന്ന് അറിയുമ്പോൾ വിട്ടിട്ട് പോകേണ്ടതല്ലേ? എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്തിട്ടും മനസ്സിലേറ്റി നടന്നിട്ടും സ്നേഹം കണ്ടില്ലെന്ന് നടിച്ച് പോകുന്നവരെ നീ കണ്ടിട്ടില്ലേ? പക്ഷെ ഞാനിവിടെ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ അവളോട് പറയുകയും ചെയ്തു. പക്ഷേ എൻ്റെ നന്ദന എന്നെ വിട്ടു പോയില്ല. എൻ്റെ കുറവുകളൊന്നും അവളുടെ കണ്ണിൽ കാണില്ലായിരുന്നു. ഈ അനന്തകൃഷ്ണൻ എന്ന വ്യക്തിയെ ഒരു ഉപാധികളും ഇല്ലാതെ സ്നേഹിക്കാൻ അവൾക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. എങ്ങനെ ഞാൻ നിനക്ക് പറഞ്ഞുതരാം? പ്രണയം എന്ന് പറയുന്നത് ശരീരം കൊണ്ട് ഉള്ളത് മാത്രമല്ലെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് അവളാണ്. പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതമായിരുന്നു. പുറം ലോകത്തിന് മുമ്പ് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. എന്നാൽ വീട്ടിനുള്ളിൽ നല്ല സുഹൃത്തുക്കളും. അവള് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ നന്ദേട്ടനെ വിട്ട് എങ്ങോട്ടും പോകില്ലെന്ന്. പക്ഷെ ആ വാക്ക് പാലിക്കാൻ മാത്രം എൻ്റെ നന്ദനയ്ക്ക് ആയില്ല. അതിനിവന്മാർ സമ്മതിച്ചില്ല. എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ ശേഷം അവൾ എന്നോട് കൂടുതൽ അടുത്തു. പിന്നീട് ഞങ്ങളുടെ ജീവിതം സ്വർഗ്ഗ തുല്യമായിരുന്നു. ഒരു കുഞ്ഞു കാര്യം മതി അവൾക്ക് സന്തോഷിക്കാൻ. അവൾക്ക് ആകെ ദേഷ്യം തോന്നുന്നത് എന്നോട് മാത്രമാണ്. എന്തിനെന്നറിയോ? ഞാൻ ചെറുതായി അവളെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാ വഴക്കുണ്ടാക്കുക. കുറച്ചു നേരം മുഖം വീർപ്പിച്ചിരിക്കും. പിന്നെ ഞാൻ പോയി ഒന്ന് സോറി പറഞ്ഞാൽ അപ്പം തീരും അവളുടെ പ്രശ്നം. എൻ്റെ ഒപ്പം കൈ പിടിച്ച് നടക്കാനും എൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്നുറങ്ങാനും ഞാൻ കൊടുക്കുന്ന ഫുഡ് കഴിക്കാനും ഒക്കെ ആയിരുന്നു അവൾക്ക് ഏറെ പ്രിയം. നിനക്കറിയോടാ, ഇപ്പോഴും എൻ്റെ ഇടനെഞ്ചിൽ അവളുടെ ചൂട് എനിക്ക് അനുഭവപ്പെടാറുണ്ട് എന്ന് പറഞ്ഞ് സിബിൻ കൈയെടുത്ത് നെഞ്ചിൽ വെച്ചു. അവൻ്റെ ആ ഭാവം കണ്ട ശങ്കരൻ്റെ മുഖത്ത് അതിശയമായിരുന്നു. അവളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ വിരിയുന്ന ഭാവം, പ്രണയം, ഇഷ്ടം, അതോരോന്നും അവരുടെ ജീവിതം എത്ര മനോഹരമായിരുന്നു എന്ന് വിളിച്ചു പറയുന്ന പോലെയായിരുന്നു. അവളിലെ എനിക്ക് വേണ്ടി അവളുടെ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ചു. ഒരു പെണ്ണാഗ്രഹിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും അതിലൊന്നുണ്ടായിരുന്നു. എത്രത്തോളം അവൾ വേണ്ടെന്ന് വെച്ചാലും അവൾ അറിയാതെ പുറത്തു വരുന്ന ഒരാഗ്രഹം, ഒരു കുഞ്ഞ്. അത് എന്നെ കൊണ്ട് ഒരിക്കലും നിറവേറ്റാൻ കഴിയില്ലെന്ന് എനിക്കറിയായിരുന്നു. എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എൻ്റെ നന്ദനയുടെ ജീവിതം ബന്ധിച്ചിടാൻ എനിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വൃത്തികെട്ട തീരുമാനം എടുത്തത്. ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത തീരുമാനം. അവളങ്ങനെ തനിച്ചാക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങളുടെ വിവാഹമോചനം. ഇത് പറഞ്ഞു തീർന്നപ്പോൾ സിബിൻ്റെ സൗണ്ട് ഇടറി. അതിൽ മുഴുവൻ വിഷമവും കുറ്റബോധവും നിറഞ്ഞു നിന്നു. എടാ, അവളെൻ്റെ കൈ പിടിച്ച് കരഞ്ഞു. എന്നെ ഉപേക്ഷിക്കില്ല നന്ദേട്ട, എനിക്കൊന്നും വേണ്ട, ആരും വേണ്ട, എൻ്റെ നന്ദേട്ടൻ മാത്രം മതി, എനിക്കൊരു സ്വപ്നവുമില്ല, എനിക്കൊരു കുഞ്ഞും കൂടി വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവളാകെ അലമുറയിട്ട് കരഞ്ഞു. പക്ഷെ ഒരുപാട് വേദന ഉണ്ടെങ്കിലും ഞാൻ ആ കരച്ചിൽ കണ്ടില്ല. അവസാനം ഒന്നിനും അവൾ വഴങ്ങില്ല എന്ന് വന്നപ്പോൾ ഞാൻ മറ്റൊരു കള്ളം പറഞ്ഞു. ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന്.
എൻ്റെ പാർട്ട്ണറാവാൻ ഒരാൾ വെയിറ്റ് ചെയ്യുക എന്ന്. പിന്നെ അവളൊന്നും മിണ്ടിയില്ല. അവളുടെ ഹൃദയം ഒരു നിമിഷം പിടഞ്ഞുപോയി. അതെനിക്കറിയായിരുന്നു. അവൾ പിന്നെ വിവാഹമോചനത്തിന് എതിർത്തില്ല. എൻ്റെ സന്തോഷമായിരുന്നു അന്നും അവൾക്ക് വലുത്. അങ്ങനെ ഞങ്ങളുടെ ബന്ധം പിരിഞ്ഞു. പക്ഷേ ഇടയ്ക്കൊക്കെ അവൾ വിളിക്കായിരുന്നു. ഓരോ തവണയും അവൾ വിളിക്കുമ്പോൾ അവളുടെ ശബ്ദത്തിൽ അറിയായിരുന്നു എന്നോടുള്ള സ്നേഹം, എന്നെ കാണാനുള്ള മോഹം. പക്ഷേ അവളതൊന്നും പറഞ്ഞില്ല. എനിക്കും ഉണ്ടായിരുന്നു. ഓരോ തവണ അവൾ വിളിക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഒന്ന് ചേർത്ത് പിടിക്കാൻ, അവളുടെ നെറ്റിയിലൊരു ഉമ്മ വയ്ക്കാൻ, വിട്ടു പോകില്ലെന്ന് പറയാൻ കൊതി തോന്നിക്കൊണ്ടേയിരുന്നു. അവസാനം ഞാനൊരു തീരുമാനം എടുത്തു. ഒരു കുഞ്ഞല്ലേ ഞങ്ങൾക്കിടയിലെ പ്രശ്നം, അത് നിറവേറ്റാൻ എന്നെക്കൊണ്ട് കഴിയില്ല. പക്ഷേ അതിനുള്ള മാർഗങ്ങൾ ഇന്ന് സജീവമാണല്ലോ. IVF ട്രീറ്റ്മെൻറ്റിലൂടെ ഞങ്ങൾക്ക് സ്വന്തമായി ഒരു കുഞ്ഞുണ്ടാവില്ലേ? എൻ്റെയും നന്ദനയുടെയും രക്തത്തിൽ ഞങ്ങൾക്ക് പിറക്കുന്ന ഞങ്ങളുടെ കുഞ്ഞ്. ഇല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ പോരെ ഞങ്ങൾക്ക് അച്ഛനും അമ്മയും ആവാൻ? ഇതെല്ലാം എൻ്റെ ചിന്തയിൽ പോയ നിമിഷം അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. അവസാനം ട്രീറ്റ്മെൻറ്റിൻ്റെ എല്ലാ പ്രൊസീജിയറുകളും ശരിയാക്കി ഞാനെൻ്റെ നന്ദനയെ കൂട്ടാനായി കോയമ്പത്തൂരിലേക്ക് പോയതായിരുന്നു. അവൾക്കൊരു സർപ്രൈസ് ആയിട്ട്, നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്നും നമ്മുടെ ഇടയിൽ ഒരു കുഞ്ഞ് വരുമെന്നൊക്കെ പറയാൻ, ഇനി ഒരിക്കലും തനിച്ചാക്കില്ല പറയാൻ, നീ എൻ്റെ ഒപ്പം ഉണ്ടാവണമെന്ന് പറയാൻ, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ. അങ്ങനെ ഒരുപാട് കൊതിയുണ്ടായിരുന്നു. ഇതൊക്കെ പറയുമ്പോൾ അവളുടെ മുഖത്തുണ്ടാവുന്ന സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോയമ്പത്തൂരിലേക്ക് പോയത്. അവൻ്റെ ശബ്ദം നേർന്നു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ സിബിൻ്റെ കണ്ണുകളിൽ ഒരു അഗ്നി പടരുന്നത് ശങ്കർ കണ്ടു. അവരുടെ ജീവിതത്തിലെ സുന്ദര നിമിഷങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ശങ്കറിൻ്റെ മനസ്സിൽ ഇനി അരുതാത്തൊന്നും കേൾക്കരുത് എന്ന ചിന്ത വന്നു. പക്ഷെ ഞാനെന്ന് കണ്ടത് എന്തെന്ന് അറിയോ നിനക്ക്? എൻ്റെ നന്ദനെ എങ്ങനെയാ കണ്ടേന്നറിയോ? ഈ മരിച്ച 4 അവന്മാരും കൂടി അവളെ കൊല്ലാക്കൊല ചെയ്ത് ആ കെട്ടിടത്തിൻ്റെ ഒരു പഴയ ലാബിൽ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞു തുണി പോലും ഉണ്ടായിരുന്നില്ല അവളുടെ ശരീരത്തിൽ. ആകെ മുറിവുകളായിരുന്നു. അതിലൊക്കെ ഈച്ചയും മുറിവുകളൊക്കെ പൊത്തി. ഞാനാകെ തകർന്നു പോയി. അവനത് പറഞ്ഞു നിർത്തിയതും ശങ്കർ പോലും അത് കേൾക്കാനാവാതെ കണ്ണുകൾ ഇറുക്കി അടച്ചു. അവൻ്റെ ഹൃദയം പോലും ഒരു നിമിഷം വിങ്ങി. കോൺവെക്കേഷൻ കഴിഞ്ഞ് അവളെ മാത്രം കാണാത്തത് കൊണ്ട് അവിടെ മുഴുവൻ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. അന്നത്തെ എൻ്റെ അവസ്ഥ നിനക്ക് ഊഹിക്കാൻ പറ്റുമോ? ജീവനതുല്യം ഞാൻ സ്നേഹിച്ച പെണ്ണ്, എന്നെ സ്നേഹിച്ച പെണ്ണ്, ഒരു ജീവിതം തുടങ്ങാൻ ആഗ്രഹിച്ചു വന്ന എനിക്ക് കണ്ട കാഴ്ച എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു. എൻ്റെ നന്ദനെ അങ്ങനെ ആരും കാണണ്ട, അവളെ സഹതാപത്തോടു കൂടി നോക്കണ്ട, ഒരു ഇര എന്ന പേരോ ലേബലോ അവൾക്ക് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ അവളുടെ ശരീരം ആരും കാണാതെ അവിടെ വെച്ച് തന്നെ സംസ്കരിച്ചത്. അവളുടെ ശരീരത്തോടൊപ്പം നന്ദകൃഷ്ണൻ എന്ന പാവം ബാങ്ക് മാനേജറും മരിച്ചുപോയി. പിന്നെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റത് സിബിൻ ജോസഫ് ആയിരുന്നു. അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ലക്ഷ്യം പ്രതികാരവും. അവൻ ശങ്കറിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. പറടാ, എൻ്റെ നന്ദനെ ഇല്ലാതാക്കിയ, എൻ്റെ ജീവിതം തകർത്ത, എന്നെ ഒറ്റയ്ക്കാക്കിയ ഇവരെ ഞാൻ വെറുതെ വിടണോ? നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ആ ശിക്ഷ വേണ്ടായിരുന്നു ഇവർക്ക്. കാരണം ഇവർക്ക് ശിക്ഷ കൊടുക്കേണ്ടത് ഞാനാണ്. കാരണം ഇവർ കൊന്നത് എൻ്റെ ജീവനെയാണ്. കുറേ പേരെ ഇങ്ങനെ ശിക്ഷിച്ചിട്ടില്ലേ? എന്നിട്ടും ഇങ്ങനെ ചെയ്യുന്നവന്മാർ നിർത്തിയോ? ഇല്ല. നമ്മളൊക്കെ എത്ര തവണ നീതിക്ക് വേണ്ടി പോരാടുന്നുണ്ട്. എന്നിട്ടൊക്കെയോ ആദ്യമൊക്കെ എല്ലാവർക്കും ഉത്സാഹം കാണും, ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ വരും. പിന്നീട് അത് ഒരു സൈഡിലേക്കായി മാറും. പിന്നെ എല്ലാവരും അത് മറക്കും. അങ്ങനൊരവസ്ഥ ഒരിക്കലും ഈ കേസിൽ ഉണ്ടാവരുത്. എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ പേടി വേണം. ഇങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരിക്കണം ഈ സിബിൻ ജോസഫ് എന്ന കൊലയാളി. ഇങ്ങനെ ആരെങ്കിലും തങ്ങളെ കൊല്ലാൻ വരുമെന്ന് ഇങ്ങനെ കുറ്റം ചെയ്യുന്ന എല്ലാവരും ഓർക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ കേസ് ദുരൂഹതയിലേക്ക് എത്തിച്ചത്.
എല്ലാവർക്കും ഇപ്പോൾ ഈ കേസിനെ കുറിച്ച് അറിയാൻ ആകാംക്ഷയാണ്. ഇങ്ങനെ ചെയ്യുന്നവർക്ക് പേടിയാണ്. അത് തന്നെയാണ് എനിക്കും വേണ്ടത്. ഇവരുടെ കണക്കുകൂട്ടൽ പ്രകാരം പിറ്റേ ദിവസം നന്ദനയുടെ ബോഡി എല്ലാവരും കണ്ടെത്തും എന്നും അത് പ്രശ്നമാകുമെന്നും ഒക്കെ ആയിരുന്നു. പക്ഷെ നന്ദനയുടെ ബോഡി കാണാതെ ഇരുന്നപ്പോൾ ഇവരാകെ പേടിച്ചുപോയി. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഇനി ഒരു കോണ്ടാക്റ്റും വെക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിരിഞ്ഞത്. ഈ രഹസ്യം ആരോടും പറയാനാവാതെ നന്ദനയുടെ ബോഡിക്ക് എന്തു പറ്റിയെന്ന് അറിയാതെ ഇവന്മാർ കിടന്നുരുകി. എല്ലാം ഞാൻ ഇവരുടെ പിന്നിൽ നിന്ന് തന്നെ കണ്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ സിവിൽ സർവീസ് പഠനത്തോടൊപ്പം ഇവരെ ഞാൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 3 വർഷവും ഞാൻ ഇവരെ വെറുതെ വിട്ടത് എന്തിനാണെന്ന് എനിക്കറിയോ? ഇവർ ജീവിതം ആസ്വദിക്കണം. പ്രണയം, കുടുംബം, ജോലി, അതിൻ്റെ എല്ലാം മാധുര്യം ഇവർ നുണയണം. എന്നിട്ട് അതെല്ലാം ഒറ്റ നിമിഷത്തേക്ക് ഇല്ലാതാവുന്നത് അറിയണം. ഞാൻ അനുഭവിച്ച അതേ വേദന ഇവരും അനുഭവിക്കണം. ഇവരുടെ മരണം എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. ഇങ്ങനെ സ്ത്രീകളോടും കുട്ടികളോടും മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന ആളുകൾക്കുള്ള പാഠം. അവൻ നിർവികാരത്തോടു കൂടി പറഞ്ഞു നിർത്തി. പറ ശങ്കർ, ഇനി നീ പറ, ഞാൻ ചെയ്തത് തെറ്റാണോ? എടാ എന്ന് പറഞ്ഞ് സിബിൻ വീണ്ടും ഒരു പുഞ്ചിരിയോടുകൂടി അവനെ വിളിച്ചു. ആ പുഞ്ചിരിയിൽ വർഷങ്ങളുടെ വേദനയും നഷ്ടവും ക്ഷീണവും ഒറ്റപ്പെടലും എല്ലാം ഉണ്ടായിരുന്നു. ഇനി സിബിൻ ജോസഫില്ല. അവൻ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അനന്തകൃഷ്ണനും ഇല്ല. ഒരു നിമിഷം അവൻ കണ്ണുകൾ അടച്ചു. നന്ദനെ ഓർത്തു. സിബിയുടെ ആ വാക്കുകൾ കേട്ട നിമിഷം ശങ്കറിൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ. അവൻ ഞെട്ടി സിബിയെ നോക്കി. സിബി അവൻ വിളിച്ചു. പക്ഷെ സിബിൻ കൈ ഉയർത്തി അവനെ തടഞ്ഞു. എടാ അവിടെ നോക്ക് എന്ന് പറഞ്ഞ് അവൻ വിരൽ ചൂണ്ടി. ആ ഭാഗത്തേക്ക് ശങ്കർ നോക്കി. ഒരു ചെറിയ ക്യാമറയുടെ ചുവന്ന ലൈറ്റ് ഇരുട്ടിൽ മിന്നിക്കൊണ്ടിരുന്നു. ഇവിടെ നടന്നതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഓരോ വാക്കും ഓരോ സത്യവും. സിബിൻ്റെ ശബ്ദം പതിയെ വിറച്ചു. അതൊക്കെയാണ് ഇനി തെളിവ്. അവൻ ശങ്കറിനെ നോക്കിക്കൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു. നീ ജയിക്കണം. ഈ കേസ് തെളിയിച്ചതിൻ്റെ ക്രെഡിറ്റ് നിനക്കായിരിക്കണം. അത് എൻ്റെ ആഗ്രഹം. ശങ്കറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ. എടാ നീ തന്നെ വേണം എൻ്റെ കഥ ഈ ലോകത്തോട് പറയാൻ. അവനത് പറഞ്ഞതും ശങ്കർ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ സമാധാനത്തിൻ്റെ തിളക്കമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ നന്ദനയുടെ അടുത്തേക്ക് പോവുകയാണ്. അവളവിടെ ഒറ്റയ്ക്കാണ്. ഇനിയും ഞാൻ അവളെ തനിച്ചാക്കില്ല. അവനത് പറഞ്ഞതും ശങ്കറിൻ്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചതുപോലെ തോന്നി. സിബി! അവൻ ഒന്നും മുന്നോട്ട് കുതിച്ചു. പക്ഷെ എല്ലാം വളരെ വേഗത്തിലായിരുന്നു. സിബി! ആ നിലവിളി ആ രാത്രിയുടെ നിശബ്ദതയെ കീറി മുറിച്ചു. ശങ്കർ ഓടിയെത്തിയപ്പോഴും അവൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അപ്പം നടന്നത് അവന് വിശ്വസിക്കാൻ കഴിയാത്തതായിരുന്നു. അവൻ തൻ്റെ സുഹൃത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തി. തൻ്റെ കൂട്ടുകാരൻ ഇപ്പോൾ നിശബ്ദനായിരിക്കുന്നു. ശങ്കറിൻ്റെ കണ്ണുകൾ നിയന്ത്രണം വിട്ടൊഴുകി. ഉള്ളിൽ ഒളിപ്പിച്ചിരുന്ന വേദന മുഴുവൻ പുറത്തു വന്നു. എന്തിനാടാ? അവൻ്റെ ശബ്ദം പൊട്ടി. എന്തിനാടാ എന്നെ ഒറ്റയ്ക്കാക്കി പോയത്? അവൻ ചോദിച്ചു. മറുപടി പറയാൻ സിബിനില്ലായിരുന്നു. ആ രാത്രിക്കാറ്റ് മാത്രം അവനോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ദൂരെയായി സൈറണിൻ്റെ ശബ്ദങ്ങൾ കേട്ടു. പോലീസ് വാഹനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി എത്തി. ഫ്ലാഷ് ലൈറ്റുകളുടെ വെളിച്ചം ഇരുട്ടിനെ കീറി മുറിച്ചു. തെളിവെടുപ്പുകൾ നടന്നു. ഫോട്ടോകൾ എടുത്തു. ആളുകൾ വന്നുപോയി. പക്ഷെ ശങ്കർ മാത്രം അവിടെ നിന്ന് അനങ്ങിയില്ല. ആരും അവൻ്റെ അടുത്തേക്ക് വന്നില്ല. അവൻ്റെ അവസ്ഥ എല്ലാവർക്കും വിഷമകരമായിരുന്നു. കാരണം എന്തിനും ഏതിനും തന്നോടൊപ്പം ഉണ്ടായിരുന്ന തൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് ഇപ്പോൾ വിട പറഞ്ഞത്. അതും തൻ്റെ കൺമുന്നിൽ വെച്ച്. തനിക്ക് ഒന്നും ചെയ്യാനായില്ല അവന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് ചിന്തകൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അവന് സ്വന്തം യൂണിഫോമിനോട് പോലും ഒരുതരം പുച്ഛം തോന്നിപ്പോയി. സിബിൻ്റെ വാക്കുകൾ കേട്ട നിമിഷം. സിബിൻ ഈ കഥ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ അവനും കൂടുമായിരുന്നു ആ 4 പേരെ കൊല്ലാനായിട്ട്. ഇപ്പോഴും ശങ്കർ ആ ഗോഡൗണിൽ തന്നെയാണ്. എല്ലാവരും തെളിവെടുപ്പ് കഴിഞ്ഞ് പോയി. പുലർച്ചയുടെ ആദ്യ വെളിച്ചം ഭൂമിയിലേക്ക് വീഴാൻ തുടങ്ങിയപ്പോൾ
അവൻ പതിയെ തല ഉയർത്തി നോക്കി. അപ്പോൾ തൻ്റെ മുന്നിൽ മഞ്ഞുപോലെ നേർത്ത വെളിച്ചത്തിനിടയിൽ ഒരു കാഴ്ച അവൻ കണ്ടു. വെള്ള ഷർട്ട് ധരിച്ച തൻ്റെ സിബിൻ, മുഖത്ത് അതിശാന്തമായ പുഞ്ചിരി. അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന ഒരു പെൺകുട്ടി. അവളും ഒരു വെളുത്ത ചുരിദാറില്ലായിരുന്നു. ചിരിച്ചുകൊണ്ട് അവൻ്റെ തോളിലേക്ക് ചേർന്ന് കിടക്കുന്നു. അത് നന്ദനയായിരിക്കാം, അവൻ ഓർത്തു. അവൾ ഭയങ്കര സന്തോഷവതിയായിരുന്നു. അനന്തകൃഷ്ണനും, അതായത് സിബിനും. അവർ രണ്ടുപേരും ഒന്നും കൂടി ശങ്കരനെ നോക്കി പുഞ്ചിരിച്ചു. അനന്തകൃഷ്ണൻ്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. അവൻ ആ കണ്ണുകൾ കൊണ്ട് ശങ്കരനോട് യാത്ര പറഞ്ഞു. ശേഷം കൈകൾ കോർത്തു പിടിച്ച് പതിയെ നടന്നു ഉദയസൂര്യൻ്റെ വെളിച്ചത്തിലേക്ക്. അങ്ങ് ദൂരെ എങ്ങോ അവർ പോയി മറഞ്ഞു. അവർ കണ്ണിൽ നിന്നും മറയുന്നവരെ ശങ്കർ നോക്കി നിന്നു. അവൻ്റെ കണ്ണിലൂടെ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കണ്ണുനീരിൽ ആദ്യമായി ഒരു ചെറു പുഞ്ചിരിയും കൂടി ഉണ്ടായിരുന്നു. കാരണം ഈ ജന്മത്തിൽ ഒന്നിക്കാനാവാതെ പോയ രണ്ടാത്മാക്കൾ ഒടുവിൽ അവർ പരസ്പരം കണ്ടെത്തിയിരിക്കുന്നു, ഒന്ന് ചേർന്നിരിക്കുന്നു. നീതിയുടെ വെളിച്ചം ആ നിമിഷം അവിടെയാകെ പടർന്നു. അങ്ങനെ അനന്തകൃഷ്ണൻ്റെയും നന്ദൻ്റെയും കഥ ഇവിടെ അവസാനിച്ചു. എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ ഗായ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത കഥയായിട്ട് വരാം കേട്ടോ. സപ്പോർട്ട് ചെയ്യണേ.